ഫ്രണ്ട്സ്, റിനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ റിനൂസ് കിച്ചണിൽ എത്തിയിരിക്കുന്നത് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. അത് പറയുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വെണ്ടയ്ക്ക പാലൊഴിഞ്ഞ് വയ്ക്കുന്ന വിധമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. വെണ്ടയ്ക്കൊക്കെ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ വേറെ കറിയൊന്നുമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണിത്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് വെച്ച് നോക്കിയിട്ടില്ലാത്തവർ വെച്ച് നോക്കുക. വെച്ച് നോക്കിയവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ അതിലേക്ക് ആവശ്യമായി എടുത്തിരിക്കുന്നത് ഒരു 1/4 കിലോ വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വലിയ വെണ്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു 3ആയിട്ട് കട്ട് ചെയ്യാം. ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് 2ആയി കട്ട് ചെയ്തിട്ട് നന്നായി കഴുകി എല്ലാം വെള്ളം വാലാനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലെടുത്ത് വയ്ക്കാം. അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിനുശേഷം ചൂടായി വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കടുകിട്ട് നമുക്ക് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ അരിഞ്ഞതാണെങ്കിലും ചതച്ചതാണെങ്കിലും കുഴപ്പമില്ല, അതിട്ടിട്ട് വഴറ്റുക. ഇത് വഴറ്റാനിടുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. അത് വഴന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. പൊടികൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇട്ടാം. അത് വഴന്നു വരുമ്പോൾ നമുക്ക് കുറച്ച് ഒരു തക്കാളി എടുത്തിട്ട് അത് ചെറുതായി മുറുക്കിയിട്ട് അതും നമുക്കിട്ട് വഴറ്റാം. അത് വഴന്നു വന്നതിന് ശേഷം ഇതെല്ലാം വഴന്നു വന്നതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങയുടെ 2ആം പാൽ നമുക്ക് ഒഴിച്ച് അത് വേവിക്കാം. വേവിക്കുമ്പോൾ നമ്മൾ പതുക്കെ ചൂടായി വരുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് മൂടിക തുറന്നിട്ട് നമുക്ക് വെന്തോന്ന് നോക്കിയതിന് ശേഷം വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് തേങ്ങയുടെ തലപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. തലപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ അധികം തിളയ്ക്കൊന്നും വേണ്ട. തലപ്പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക പാൽ പിഴിഞ്ഞ് വെച്ച കറി. ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവുകളൊക്കെ ഞാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് അളവുകളൊക്കെ പിടികിട്ടും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് റിനൂസ് കിച്ചണിൽ വീണ്ടും കാണാം.